ഞാൻ പരാജയപ്പെടുമ്പോഴും ദൈവം എനിക്കൊപ്പമുണ്ടോ? പരാജയം മനുഷ്യജീവിതത്തിൽ അനിവാര്യമാണ്. ബന്ധങ്ങളും, ജോലിയിൽ, ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങളിൽ. നാം ഇടറുമ്പോൾ ശത്രു പൊള്ളയായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വിതയ്ക്കും. ദൈവം നിന്നെ ഉപേക്ഷിച്ചു, നീ അതിരുകടന്നു, ഇനി അവന്റെ സ്നേഹത്തിന് അർഹനല്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ ദൈവത്തിൽ നിന്ന് ദൂരെ എന്ന് തോന്നിക്കുകയും കുറ്റബോധത്തിലും അപമാനത്തിലും നമ്മെ കുടുക്കുകയും ചെയ്യും. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പ്രകടനത്തിൽ ആശ്രിതമല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും നമ്മുടെ പരിപൂർണതയിൽ ആശ്രിതമല്ലെന്നതാണ്. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയഭംഗം അനുഭവിക്കുന്നവരുടെ അടുക്കലും ആത്മാവിൽ തകർന്നവരെ രക്ഷിക്കുന്നവനും യഹോവയാണ്. ശ്രദ്ധിക്കുക, നാം പരാജയപ്പെടുമ്പോൾ ദൈവം നമ്മെ വിട്ടുപോകുന്നില്ല. അവൻ കൂടുതൽ അടുത്തു വരുന്നു. നമ്മുടെ തെറ്റുകൾ അവന്റെ സ്നേഹം ഇല്ലാതാക്കുന്നില്ല. മറിച്ച് അവൻ നമ്മെ എത്രത്തോളം ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. പരാജയം അന്തിമമല്ല. പത്രോസിന്റെ കഥ ഇതിന് മികച്ച ഉദാഹരണമാണ്. അവൻ യേശുവിനെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് 3 പ്രാവശ്യം നിഷേധിച്ചു. മനുഷ്യ മാനദണ്ഡങ്ങൾ പ്രകാരം അത് വലിയ പരാജയമായിരുന്നു. എന്നാൽ ഉയർപ്പിന് ശേഷം യേശു പത്രോസിനെ പുനഃസ്ഥാപിച്ചു, സഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്വവും നൽകി. ഇത് കാണിക്കുന്നത് ദൈവം പരാജയത്തെ കൃപയുടെ സാക്ഷ്യമായി മാറ്റാൻ കഴിവുള്ളവനാണെന്നതാണ്. നമ്മൾ അവസാനമായി കരുതുന്നത് ദൈവത്തോടുള്ള പുതിയ അധ്യായത്തിന്റെ തുടക്കം ആയിരിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ ദൗർബല്യങ്ങളെ മറയ്ക്കുന്നു. റോമർ 8:38-39 ഉറപ്പു നൽകുന്നു. ഒന്നും പോലും നമ്മുടെ പരാജയങ്ങളും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല. നാം പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മെ തള്ളുന്നില്ല, പകരം മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ സമ്മതിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അതായത്, ഒരു പരാജയവും ദൈവത്തിന്റെ ക്ഷമയ്ക്കതീതമല്ല. അവന്റെ കൃപ നമ്മുടെ പിഴവുകളേക്കാൾ വലിയതാണ്. പരാജയം വളർച്ചയ്ക്ക് വഴി തെളിയിക്കുന്നു. ദൈവം പലപ്പോഴും പരാജയത്തെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരണമാക്കുന്നു. അതിലൂടെ നാം വിനയവും അവനിലുള്ള ആശ്രയവും മറ്റുള്ളവരോടുള്ള കരുണയും പഠിക്കുന്നു. പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ